രോഹിണി നക്ഷത്രം എടവൻ രാശിയിൽ നിൽക്കുന്നതാണ് രോഹിണി നക്ഷത്രം. അപ്പോൾ എടവൻ രാശിക്കാർക്ക് ഈ ശനിയുടെ മാറ്റം, ശനി മാർച്ച് 29-ന് ശനി വരുന്നത് അവർക്ക് 11-ാം ഭാവത്തിലാണ്. കർമ്മത്തിലായിരുന്നു ഇത്രയും നാൾ, അത് 11-ാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത്. അപ്പം അവർക്ക് ഇത്രയും നാൾ രാഹു 11-ലുണ്ടായിരുന്നു. ആ രാഹു, മീനത്തിൽ രാഹു നിൽക്കുന്നത് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിരുന്നു. ആ രാഹു ആണ് നമുക്ക് 11-ലേക്ക് കർമ്മത്തിലേക്ക് മാറുന്നത്. അപ്പോൾ രാഹു എപ്പോഴും ബാക്കിലേക്ക് പോകുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ശനീശ്വരൻ 11-ൽ വരികയും രാഹു നമുക്ക് 10-ാം ഭാവത്തിൽ വരികയും ചെയ്യുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് 2-ാം ഭാവത്തിലേക്ക് നമ്മുടെ വ്യാഴവും കടക്കുന്നു. അപ്പോൾ മെയ് 14-ാം തീയതി 18-ാം തീയതി ആയിട്ട് ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ വന്ന് നമ്മൾ ആ ഒരു ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിലേക്ക് കേതു വരുന്നുണ്ട്. അപ്പോൾ ആ കേതു വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞ് കുടുംബങ്ങൾക്ക് തമ്മിൽ വഴക്കുണ്ടാക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും വലിയ പ്രതിസന്ധി ഇല്ല. നമ്മൾക്ക് ഉണ്ടാവുന്ന കർമ്മം നല്ല പോലെ നന്നായി ശ്രദ്ധിച്ചാൽ മതി. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ ഈ പ്രാവശ്യം, ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നതും കിട്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്.